ആർത്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ അപ്പുറം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബയോകെമിസ്ട്രി തന്നെയാണ് ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അതിനെ നമ്മൾ എത്ര വില കുറച്ച് കാണാൻ ശ്രമിച്ചാലും എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു ബോഡി പ്രോസസ്സ് തന്നെയാണ്. അതായത് ശരീരം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്ന ഒരു ഡീടോക്സിഫൈങ് ഒന്ന് പറയാം, ഫീമെയിൽസിന് മാത്രം കിട്ടിയ ഒരു പവറാണെന്ന് തന്നെ പറയാം. ഒരു ഡീടോക്സിഫൈങ് കപ്പാസിറ്റി ഉള്ള ഒരു ബോഡി പ്രോസസ്സ് തന്നെയാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രധാനമായിട്ടും ആ സമയത്ത് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണ്. ഒന്ന് നമുക്കറിയാം, യൂട്രസിൻ്റെ ഏറ്റവും ഇന്നർ ലെയറായ എൻഡോമെട്രിയം പൊട്ടി രക്തം പുറത്തേക്ക് പോകുന്നതാണല്ലോ ആർത്തവം. അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട് ശരീരത്തിൽ. ഒന്ന്, നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് എല്ലാം ഏറ്റവും താഴെ ലെവലിൽ നിൽക്കുമ്പോഴാണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴ്ന്ന ഒരു ഹോർമോണൽ സ്റ്റാറ്റസിലായിരിക്കും ശരീരം. അപ്പോൾ കൂടാതെ ഇത്ര ബ്ലഡ് ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ശരീരത്തിൽ കൂടുന്നൊരു സമയം കൂടിയാണ് മെൻസസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിലേക്കുള്ള നമുക്ക് ഒരു എൻഡോമെട്രിയം ലെയർ പൊട്ടിപ്പോകുമ്പം അതിൻ്റെ അടിയിലായിട്ട് പുതിയ മൈന്യൂട്ട് ക്യാപ്പിലറീസ് ഉണ്ടായി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു റീജനറേഷൻ പ്രോസസ്സ് കൂടെ ആർത്തവത്തിന് നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു സമയമാണ് ആ ഒരു 3 ദിവസം.